ആവേശവാക്കുകളുടെ തുഴയെറിയാൻ പോവുകയാണ്. ഷാജി ചേരുമലും വിഷ്ണു കാരിച്ചാലുമാണ് ഇനി പ്രേക്ഷകരിലേക്ക് ഈ ആവേശം മുഴുവൻ എത്തിക്കുക. മാന്യ പ്രേക്ഷകരെ, 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ തുടക്കമായിരിക്കുകയാണ്. രാവിലെ തന്നെ ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി തീപാറുന്ന മത്സരങ്ങൾക്ക് പുന്നമടക്കായൽ അണിഞ്ഞൊരുങ്ങുകയാണ്. ഒരു ആർപ്പിൻ്റെ വസന്തകാലം, അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ ഒരു ഭാഷയിൽ ഞാൻ പുതിയൊരു വാക്ക് ചേർക്കുകയാണ്. ആർപ്പിൻ്റെ വസന്തകാലമായിരുന്നു കഴിഞ്ഞ 20-30 ദിവസങ്ങളായി കുട്ടനാട്ടിൽ മുഴുവൻ മുടങ്ങിക്കേട്ടുന്നത്. കാരണം കുട്ടനാട്ടുകാർക്ക് ഒത്തിരിയധികം ചരിത്രങ്ങൾ പറഞ്ഞ കുട്ടനാട്ടുകാർ ഒത്തിരിയധികം പ്രതിസന്ധികളെ കൂടെ കടന്നു പോകുന്നവരാണ്. വള്ളവും വെള്ളവും തമ്മിൽ നിതാന്തമായ ബന്ധം പുലർത്തുന്ന കുട്ടനാട്ടുകാരന് ഏത് പ്രതിസന്ധികളെയും ഏത് പ്രകൃതിയുടെ തിരിച്ചടികളെയും അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുള്ളവരാണ്. കള്ളക്കർക്കിടവും വാവിളർന്നു നിൽക്കുന്ന സമയത്താണ് അവരിങ്ങനെ വള്ളംകളിക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ അതിൻ്റെ മാസ്റ്റിലിൻ്റെ ഫ്ലാഗ് ഓഫ് നടത്തിയിരിക്കുകയാണ്. മാസ്റ്റിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി ചുണ്ടൻ വള്ളങ്ങളെല്ലാം തലതിരിഞ്ഞിട്ട് ശേഷം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് നേരത്തെ വിശ്രമം കഴിഞ്ഞാൽ വള്ളങ്ങളെല്ലാം തന്നെ ഇനി ആവേശത്തിൻ്റെ പൊടിപൂരം വരുത്തുന്ന മത്സരത്തിലേക്ക് എത്തും. അതിൽ ആരൊക്കെയാണ് ഒന്നാമത്തെ ഹീറ്റ്സിൽ പങ്കെടുക്കുന്നത്? ഒന്നാമത്തെ ഹീറ്റ്സിലൂടെ ആനാരി ചുണ്ടനാണ് വിപിൻ ജോർജ് ക്യാപ്റ്റൻ. ആനാരി ബോട്ടിൽ ഇതിന് നയിക്കുന്നെങ്കിൽ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന വെള്ളംകുളങ്ങര ചുണ്ടനും, മൂന്നാമത്തെ ട്രാക്കിലൂടെ കരുവാറ്റ ശ്രീവിനായകനും, നാലാമത്തെ ട്രാക്കിലൂടെ ജലചക്രവർത്തിയായ കാരിച്ചാൽ ചുണ്ടനുമാണ്. കാരിച്ചാൽ എന്ന പേര് കേൾക്കുമ്പോൾ കാരിച്ചാൽ ദേശത്തിന് മാത്രമല്ല കേരളത്തിലെ ജലോത്സവ പ്രേമികൾക്ക് ജയിക്കാൻ ഒരു വള്ളമെന്ന് പണ്ടുള്ളവർ പറഞ്ഞെങ്കിൽ അത് ആദ്യം ചോദിക്കുന്നത് കാരിച്ചാൽ ചുണ്ടനായിരുന്നു. 1970-ൽ കോഴിൽമുക്ക് നാരായണാശാരി തന്റെ വീതിയുടെ മുനയിൽ തീർത്തുവിട്ട ആ ശില്പത്തിന് 51 കോൽ നീളവും 50 അங்குലം വണ്ണവും 81 തുഴച്ചിക്കാരും 5 അമരക്കാരും 9 നിലക്കാരും ഉണ്ടായിരുന്ന കാരിച്ചാൽ ആദ്യമായി ജയിപ്പിച്ചിട്ടുള്ളത് ഫ്രണ്ട്സ് ബോട്ട് ക്ലബ് ചേന്നങ്കേരി ആൻഡ് വേണാട്ടുകാടാണ്. 1974-ലും 75-ലും. അന്ന് വള്ളംകളിയുടെ ചരിത്രത്തിലെ കുലപതികളായിരുന്ന യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് അവർ 1963-ലും 64-ലും 65-ലുമായി സ്ഥാപിച്ച ഹാട്രിക്ക് തട്ടിത്തെറിപ്പിക്കുമോ ഈ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് ചേന്നങ്കേരി ആൻഡ് വേണാട്ടുകാട് എന്ന് ഭയന്നിട്ട് ഒരു അട്ടിമറിയിലൂടെ ഈ കാരിച്ചാൽ വള്ളത്തിൽ തന്നെയാണ് അവർ ഇന്ന് മത്സരിച്ചത്. അതിനുശേഷം 1980-ലും 82-ലും 83-ലും 84-ലുമായി കുമരകം ബോട്ട് ക്ലബ്ബ് നെല്ലാണിക്കൽ പാപ്പച്ചൻ ക്യാപ്റ്റനായിട്ടുള്ളവർ അവർ വന്ന് 19 വർഷക്കാലം തന്റെ മാറോട് ചേർത്ത് പിടുത്ത UBCയുടെ ഹാട്രിക്ക് തട്ടിത്തെറിപ്പിച്ച ചരിത്രം കാരിച്ചാലിന്റെ ചരിത്രമാണ്. എങ്കിൽ 1900 UBC പിന്നീട് ഒരു പതനത്തിലേക്ക് പോയപ്പോൾ 1986-ലും 87-ലുമായിട്ട് അക്കരക്കുളത്തിന്റെ നേതൃത്വത്തിൽ ഒരു ബോട്ട് ക്ലബ്ബ് രൂപീകരിച്ചാണ് മുമ്പ് നമ്മുടെ ഫിനിഷിംഗ് മോളിൽ എന്ന് പറഞ്ഞതുപോലെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി. അവരുടെ 2 വർഷത്തെ ജയം കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരു വർഷത്തെ ജയത്തിന് വേണ്ടി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് രംഗത്ത് വന്ന് 1988-ൽ ഇവരുടെ ഹാട്രിക്ക്, രണ്ടാമത്തെ ഹാട്രിക്ക് തട്ടിത്തെറിപ്പിച്ചതിന്റെ പ്രതികാരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ പ്രതികാരത്തിന്റെയും വാശിയുടെയും വാതുവെപ്പിന്റെയും പോർവിളിയുടെയും നാടായിട്ട് കൈനേരി മാറുമ്പോൾ കൈനേരി പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് 3 പ്രഗത്ഭരായ ചുണ്ടൻ വള്ളങ്ങൾ ഈ 71ാമത് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. അതെ സാറേ, ഈ ചുണ്ടൻ വള്ളങ്ങൾ 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ പണ്ഡിറ്റ്ജിയുടെ കയ്യൊപ്പുള്ള വെള്ളിക്കപ്പിൽ മുത്തമിടാൻ വേണ്ടി പങ്കെടുക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഹീറ്റ്സിൽ ഒന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നത് ബിപിൻ രാജ് ക്യാപ്റ്റനായിട്ടുള്ള ജോസഫ് PV ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള കൈനഗരി ടൗൺ ബോട്ട് ക്ലബ് തുഴയുന്ന 20-ാം നമ്പർ വള്ളം ആനാരി പുത്തൻചുണ്ടനാണ്. രണ്ടാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നത് സാബു കോയിപ്പള്ളി ക്യാപ്റ്റനായിട്ടുള്ള റോണി മോഴൂർ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് ജോസഫ് കായ്പുറം തുഴയുന്ന 10-ാം നമ്പർ വള്ളം വെള്ളംകുളങ്ങര ചുണ്ടനാണ്. ഈ വർഷം വിപുലമായ പുതുക്കിപ്പണിയൊക്കെ നടത്തി നീറ്റിലിറക്കിയ വെള്ളംകുളങ്ങര ചുണ്ടൻ ആദ്യമായി മത്സരിച്ച ഇപ്പോൾ ഒരാഴ്ച മുമ്പ് നടന്ന കരുമാടിക്കുട്ടൻ ജലോത്സവത്തിൽ കാവാലം കരുമാടിക്കുട്ടൻ ജലോത്സവത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ തുഴഞ്ഞ് ലൂണ ബോട്ട് ക്ലബിന്റെ ബാനറിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ് വിജയിച്ച വെള്ളംകുളങ്ങര ചുണ്ടൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ കരുവറ്റ ശ്രീവിനായകൻ വള്ളമാണ് മത്സരിക്കുന്നത്. ടോമി ചാക്കോയാണ് ആ വള്ളത്തിന്റെ ക്യാപ്റ്റൻ. ലിനു ജോസഫാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. മങ്കമ്പ് ബോട്ട് ക്ലബാണ് അതിനെ തുഴയെറിയുന്നത്. 16-ാം നമ്പർ വള്ളമായിട്ടാണ് കരുവറ്റ ശ്രീവിനായകൻ മൂന്നാമത്തെ ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ നാലാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നത് ജലചക്രവർത്തിയായിട്ടുള്ള കാരിച്ചാൽ ചുണ്ടനാണ്.
സുപ്രസിദ്ധ ചലച്ചിത്ര താരം രഞ്ജിത്ത് സജീവ് ക്യാപ്റ്റനായിട്ടുള്ള ബിജു ഇടത്തൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് എത്തുന്ന കാരിച്ചാലിന്റെ തന്നെ സ്വന്തം ബോട്ട് ക്ലബായ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് KCBC 4ാമത്തെ ട്രാക്കിലൂടെ കാരിച്ചാൽ ചുണ്ടന്റെ ഇഷ്ട നമ്പരായ ഭാഗ്യ നമ്പരായ 3ാം നമ്പറിൽ മത്സരിക്കുന്നു. അങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങൾ 1ാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നു. ഈ ഹീറ്റ്സ് മത്സരത്തിന് വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ഹരിപ്പാട് മേഖലയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മെക്ക എന്നറിയപ്പെടുന്ന ഹരിപ്പാടാണ്. ഹരിപ്പാട് മേഖലയിൽ നിന്നുള്ള 4 ചുണ്ടൻ വള്ളങ്ങൾ, ഒരേ പ്രദേശത്ത് നിന്നുള്ള 4 ചുണ്ടൻ വള്ളങ്ങളാണ് 1ാം പാദ മത്സരത്തിൽ മാറ്റിവെക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടെ 1ാം പാദ മത്സരത്തിനുണ്ട്. അല്ല വിഷ്ണു, മറ്റൊന്ന് ഞാൻ പണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ കളിവള്ളങ്ങളുടെ പ്രസവപുരം എന്ന് വേണം കുട്ടനാട്ടെ വിശേഷിപ്പിക്കാൻ. ഏതാണ്ട് 15 കോടി രൂപയിലധികമുള്ള കളിവള്ളങ്ങൾ ഈ വർഷത്തിൽ ഒരിക്കൽ വേണ്ട മത്സരത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നാടാണ് കുട്ടനാടും അപ്പർ കുട്ടനാടും. 79 90ലധികം വള്ളപ്പുരകൾ കേരളത്തിലുണ്ട്. കളിക്കാൻ മാത്രമല്ല, വിനോദത്തിന് മാത്രം മാറ്റി ഒരുക്കി വെച്ചിരിക്കുന്ന കളിവള്ളങ്ങൾ. ഇപ്പോൾ നമ്മൾക്ക് കാണുന്നത് പുന്നമടക്കായൽ നിറച്ച് വള്ളങ്ങളുമാണ്. ഈ പുന്നമടക്കായലിൽ 139 ഏക്കർ 99 സെന്റ് വിസ്തൃതി 868/2 എന്ന സർവേ സബ് ഡിവിഷനിൽ ആലപ്പുഴ മുല്ലക്കൽ വില്ലേജിൽപ്പെട്ട ഭൂമിയാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വേമ്പനാടുകാല്. ഇത് വേമ്പനാട്ടുകാല് വെൺപൊലി നാട്ടിൽ രാജാക്കന്മാരുടെ ഒരു കാലത്ത് രൂപം കൊണ്ട കടലിലൊരു പ്രതിഭാസമുണ്ടായി. ആലപ്പുഴയിലുള്ള തീരദേശത്തൊരു ചിറയുണ്ടായി. അത് തിരകൾ എടുത്തു വെച്ച നാടാണ്. ആദ്യമായി അലകൾ ചേർത്ത് വെച്ച നാടിനാണ് ചേർത്തല എന്ന് പേര് വന്നത്. അതിനോട് ചുറ്റുമായി വ്യാപിച്ചു കിടന്ന ആ ഒരു ശുദ്ധജല തടാകമുണ്ടായിരുന്നു. വെൺപൊലി നാട്ടുകായൽ എന്നറിയപ്പെടുന്നതാണ്. ഇന്ന് ആലപ്പുഴയിൽ അവശേഷിക്കുന്ന 60,666 ഹെക്ടർ ഉള്ള ജല മൈതാനത്തിന് ചേർന്ന് കിടക്കുന്ന തെക്കുവശത്ത് കിടക്കുന്ന ജല ഭാഗമാണ് ഈ പുന്നമടക്കായൽ നടക്കുന്നത്. 1982 സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ തിരുക്കൊച്ചി സന്ദർശന സമയത്ത് കോട്ടയത്തു നിന്നും കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ പട്ടണത്തിലേക്ക് ജലമാർഗം വന്നത് വെറുതെ ഒരു യാത്രയായിരുന്നില്ല, മറിച്ച് കുട്ടനാട്ടിലെ സമഗ്രമായ നെൽകൃഷി നേരിട്ട് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ യാത്രയിൽ അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ 9 ചുണ്ടൻ വള്ളങ്ങൾ ആലപ്പുഴ മടയൻ തോടിനോട് ചേർന്ന് കിടന്നിരുന്നു. കാവാലവും നെപ്പോളിയനും അതുപോലെ തന്നെ ചെറുതനെയും ചമ്പക്കുളവും ഗീർവോസും നേതാജിയും നടുഭാഗവും കണ്ടങ്കരി ചുണ്ടനുമൊക്കെ ആയിട്ട് കിടന്നു. അന്ന് നടന്ന ഒരു പ്രദർശന തുറച്ചിലിൽ അന്ന് ഒന്നാമതെത്തിയത് നടുഭാഗം ചുണ്ടനാണ്. താൻ ഒരു പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കാതെ ആ നടുഭാഗം ചുണ്ടനിലേക്ക് അദ്ദേഹം ചാടിക്കേറി കുട്ടനാട്ടുകാർ വെല്ലക്കൊടുത്ത താളത്തിനും കൈത്താളത്തിനും ചവിട്ട് താളത്തിനുമൊപ്പം ആനന്ദ നൃത്തം ചവിട്ടി അദ്ദേഹം ആലപ്പുഴ ജെട്ടിയിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു കപ്പുണ്ടായിരുന്നു. അത് നടുഭാഗം ചുണ്ടന് കൊടുത്ത് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ കുട്ടനാട്ടുകാരൻ അക്ഷരാർത്ഥത്തിൽ ഈ വള്ളംകളിയെ കുറിച്ച് ഓർത്തില്ല. അതിനുശേഷം 1953 അദ്ദേഹം തന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു വെള്ളിച്ചുണ്ടൻ കൊല്ലം ഭേഷ്കാർക്ക് അയച്ചു കൊടുത്ത അതിൽ ഇങ്ങനെ കുട്ടനാട്ടുകാർ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ഒരുമിക്ക് വേണ്ടി സമ്മാനിക്കുന്ന സമ്മാനം എന്ന് കൊടുത്ത ഈ ട്രോഫി ആദ്യമായി നടന്ന് പ്രധാനമന്ത്രി ട്രോഫിക്ക് വേണ്ടി 1954 ചരിത്രപ്രസിദ്ധമായ കൈനകരിയിലെ മീനപ്പള്ളി വട്ടക്കായലിൽ വെച്ചാണ് 9 ചുണ്ടൻ വള്ളങ്ങൾ നടക്കുമ്പോൾ എന്റെ നാടിന്റെ വള്ളമായ കാവാലത്തുകാരുടെ കാവാലം ചുണ്ടൻ 1954 തുഴഞ്ഞു നേടി ഉരുക്കിയ വെള്ളിയുടെ ചൂടാറും മുമ്പേ മാറോട് ചേർത്ത് വെച്ച് ആനന്ദ നൃത്യ ചവിട്ടിയതിന്റെ ചരിത്രത്തിൽ. അതിനുശേഷമാണ് 1985 ഇന്നത്തെ കളിക്കളമായ പുന്നമടക്കായലിലേക്ക് ഈ വള്ളംകളി മാറ്റിവെക്കുന്നത്. പ്രകൃതി ഒരുക്കി വെച്ച ഒരു അച്ച് ഇതിനുണ്ട് എന്ന് വേണം പറയാൻ. അത്ര സുന്ദരമായിട്ടാണ് പ്രകൃതി ഈ പുന്നമടക്കായലിനെ അണിയിച്ചൊരുക്കുന്നത്. അവിടെയാണ് 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്. മീനപ്പള്ളി വട്ടക്കായലിലെ കാറ്റും കോളും നിറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ മത്സരം നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാണ് പുന്നമടക്കായൽ മാറ്റിയത്. ചുണ്ടൻ വള്ളങ്ങളുടെ തലമരത്തിൽ നിന്ന് അത്രമാത്രം ഉയരമായിരുന്നു. 60-66 തൊഴിച്ചിക്കാർ മാത്രമുള്ള എനിക്ക് ഒരു ചന്ദ്രൻ ജലത്തിൽ വീണ് കിടക്കുന്നത് പോലെയായിരുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ സൗന്ദര്യം എത്രമാത്രം വർണ്ണിച്ചാലും തീരാത്ത സൗന്ദര്യമുള്ളതാണ് ചുണ്ടൻ വള്ളങ്ങൾ. ഏകദേശം ഇപ്പോഴത്തെ പള്ളിയോടത്തിന്റെ ഒരു രൂപാകൃതിയായിരുന്നു അന്നത്തെ ചുണ്ടൻ വള്ളത്തിന്. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1952 കുട്ടനാട് സന്ദർശിച്ചപ്പോൾ അന്ന് മത്സരിച്ച ഗിയർഗോസ് ചുണ്ടൻ UBC കൈനകരി വെള്ളിക്കപ്പ് മുത്തമിട്ട് കൊടുത്ത ഗിയർഗോസ് ചുണ്ടൻ ഇപ്പോഴും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് പള്ളിയോടമായിട്ട് മത്സരിക്കുന്നുള്ള
എന്നുള്ള മറ്റൊരു ചരിത്രമാണ്. ഉണ്ട്. പിന്നെ കൊടുപ്പന്നക്കാരുടെ വള്ളവും മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ ഈ ചുണ്ടൻ വള്ളങ്ങളും ഇവിടുത്തെ തുഴയുന്ന കായിക താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുട്ടനാട്ടിലെ അമ്മമാരെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? വലിച്ചു കെട്ടി വെച്ചിരിക്കുന്ന ചുണ്ടൻ വള്ളത്തിന്റെ തലമരത്തോട് ചേർന്ന് തൊട്ടിൽ കെട്ടി താരാട്ട് പാടി ഉറക്കി നാടിന്റെ പേരിനും പെരുമയ്ക്കും വേണ്ടി മക്കളെ സമ്മാനിച്ച പാരമ്പര്യമുള്ള പെറ്റന്മാരുടെ നാടാണ് കുട്ടനാട്. എത്രമാത്രം പറഞ്ഞാലും തീരാത്ത സംസ്കാരമുള്ള നാട് കുട്ടനാട്. ഓരോ തവണയും ഞങ്ങളുടെ ചുണ്ടൻ വള്ളങ്ങൾ പലതും തോറ്റുമൊക്കെ മത്സരിച്ച് തിരിച്ചു വരുമ്പോൾ കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ വള്ളത്തെ സ്വീകരിക്കുന്ന, തോറ്റു വന്ന സ്വന്തം മകനെ നിറകണ്ണുകളോടെ സ്വീകരിക്കുന്ന സ്വന്തം അമ്മമാരെ പോലെ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അമ്മമാരുടെ നാട് കൂടാണ് കുട്ടനാട്. അതുകൊണ്ടാണ് ഈ തവണ 7ഓളം കളിവള്ളങ്ങൾ, 7ഓളം തെക്കനോടി വള്ളങ്ങളിൽ വനിതകൾ മത്സരിക്കുന്നുണ്ട്. വനിതകളുടെ പ്രാതിനിധ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് ചുണ്ടൻ വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാസ്റ്ററിൽ കഴിഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ശാന്തമായ ഒരു ചെറിയ കാറ്റ് ഈ പുന്നമടക്കായലിലൂടെ വടക്കോട്ട് യാത്ര ചെയ്യുകയാണ്. ഇനി തെക്കോട്ട് വരുന്ന കൊടുങ്കാറ്റുകളാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള 6 കൊടുങ്കാറ്റുകൾ വരാൻ കാത്തിരിക്കുകയാണ് പുന്നമടക്കായൽ. ഇടിമിന്നലിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോകുമ്പോൾ വെറും ഒരു ശാന്തത മാത്രമാണ്. തിരിച്ച് ഇടിമിന്നൽ പിണർ പോലെ ആയിരിക്കും ഓരോ 21 ചുണ്ടൻ വള്ളങ്ങളും കടന്നു വരാൻ പോകുന്നത്. ഇതിപ്പോ നോക്കി കാണികളെ കണ്ടോ, അവർ മഴയൊന്നും തണുപ്പൊന്നും അവർക്ക് ബാധകമല്ല. കാണികൾ അങ്ങനെ തുള്ളിച്ചാടിയാണ്. അവരുടെ ദേശത്തിന്റെ ചുണ്ടൻ വള്ളത്തിന്റെ തലമരത്ത് ദേശത്തിന്റെ പേര് കൊത്തി വെച്ചിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ വരുമ്പോൾ അവരിതെല്ലാം മറന്നു പോവുകയാണ്. എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും മറന്നുപോയി, എല്ലാ കുടുംബ ദുഃഖങ്ങളും മറന്നു, എല്ലാ കടബാധ്യതകളും മറന്നു പോവുകയാണ്. തങ്ങളുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ വിശേഷങ്ങളിലും ഫോണിൽ കൂടെ വിളിച്ചു പറയുന്നവരുണ്ട്, കണ്ടു നിൽക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, വിശറിയെടുത്ത് വീശുന്നവര്. കണ്ടില്ലേ കാഴ്ചകൾ എത്ര സുന്ദരമാണ്. ഇതൊന്നും തങ്ങൾക്കല്ല, കൊമ്പും കുഴലും മൂതി തങ്ങളുടെ ദേശത്തിന്റെ ഓരോ ദേശത്തിന്റെയും വള്ളം വരുന്നതിന്റെ ആർപ്പുപുളി ഇവിടെ നിന്നും ആർപ്പ് മുഴക്കുന്നവരാണ് ഈ നിൽക്കുന്ന അണികൾ.